ഏകദേശം നന്തപ്പൻ്റെ ഒലിവ് കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കല്ലൊക്കെ ചുറ്റി തുടങ്ങി, പിന്നെ അവിടെ ആ ഒരു പരിപാടികളിലേക്കൊക്കെ ഒരു മാറ്റങ്ങളൊക്കെ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാർ നിന്നിട്ടില്ല, എന്നാലും അത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആന അഴിച്ച് പുറത്തിറക്കാൻ പറ്റും. എന്തായാലും നമ്മുടെ ആന എത്ര വർഷം ഒലിക്കാതെ നിന്ന് ആന 1 മാസത്തോളം ഒലിച്ചെങ്കിലും അത് 2 മാസത്തെ ഒലിവോളം ഒലിച്ചിട്ടുണ്ട്. 2 മാസത്തിൽ കൂടുതൽ വെള്ള അല്ലേ? കൂടുതലുണ്ടെങ്കിലും ഉള്ളു, കുറവ് വരുമല്ലോ എന്തായാലും. ഒലിവ് അതേപോലെ ഉണ്ടായിരുന്നല്ലോ. ഇതെല്ലാം കാര്യം കാരണം പാട പൊട്ടി ഒലിച്ചു. ദൈവാനുഗ്രഹം ഞങ്ങളുടെ ഈ ആനയ്ക്ക് ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത് നന്നായി വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മുടെ സുഹൃത്തുക്കൾ. എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെയും കൂടി സപ്പോർട്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ബലം ബിൻചേട്ടാ ഞങ്ങളുണ്ട് കൂടെ നോക്കാം നമുക്ക്, അല്ലെങ്കിൽ നന്നായിട്ട് വരട്ടെ എന്നുള്ള ആ ഒരു നിങ്ങളുടെയും കൂടിയും. പിന്നെ നമ്മുടെ ചാനൽ ഏകദേശം 30K സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്, അതിന് ഒരുപാട് നന്ദി. അപ്പോൾ ഈ അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമ്മൾ ഏകദേശം നന്തപ്പൻ്റെ തറയിൽ നാളെ തൊട്ട് കയറും. കാരണം ഒലിവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ആളെ കൊണ്ട്. പിന്നെ അധികം നാളെ നിർത്തി ഒലിപ്പിക്കാനുള്ള ഒലിവൊന്നും എനിക്കുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഇനി നല്ല സീസണാണ് വരുന്നത്. ദൈവാനുഗ്രഹിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഇരുന്നാൽ നമുക്കൊരു 6-ാം തീയതി 7-ാം തീയതിയോട് കൂടിയിട്ട് അതിനെ പുറത്തിറക്കാൻ പറ്റും അല്ലേ? 10-ാം തീയതിക്കുള്ളിൽ പുറത്തിറക്കാൻ പറ്റും. വേറെ വാശിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. ഒന്നുമില്ല, നമ്മളിതുവരെ ആന ഓടിച്ചില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡീലിങ്സ് അങ്ങനെ ആയിരുന്നു ആനയായിട്ട്. ആൾക്കാർ പറയും ആനകൾ മതപ്പാടി കെട്ടിക്കഴിഞ്ഞാൽ പറപ്പിക്കും ഓടിപ്പിക്കും ഭയങ്കര ശല്യമാണ്. അത് അതിനെ മനസ്സിലാക്കി കയറിയാൽ മതി. ഞങ്ങൾ ഇത്ര ദിവസമായിട്ട് അതിൻ്റെ അടുത്ത് വേറെ ഒച്ചപ്പാടിലെ കളി ഉണ്ടാക്കാനകത്ത് കിണറുണ്ടാക്കാനും അടിയും കൊണ്ടെടുത്തിട്ട് വരികയെ എന്നല്ലേ നമുക്ക് എല്ലാ പണി ചെയ്തു തന്നെ ഉണ്ടാക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനും സമ്മതിച്ചിരിക്കും. അതുകൊണ്ട് ഒരു മുറിവോ പൊട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ ഇതുവരെ അങ്ങനെ മാറ്റി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് വറ്റൊലിവ് എന്ന് പറഞ്ഞൊരു സ്റ്റേജിലാണ് ഇപ്പോൾ ആന നിൽക്കുന്നത്. വറ്റൊലിവിലൊരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ പറഞ്ഞാൽ ആനകൾ നമ്മളെയൊക്കെ പറപ്പിക്കേണ്ട സമയമാണ്. പക്ഷേ നമ്മളോട് എനിക്ക് യാതൊരു ഇഷ്ടക്കുറവോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നുമില്ല. അതന്നെ വലിയൊരു ഭാഗ്യം, ദൈവത്തിൻ്റെ അനുഗ്രഹം. നമ്മുടെ ഒരു ഡീലിങ്ങിൻ്റെ കാര്യം, പിന്നെ ഈ പിള്ളേരുടെ പെരുമാറ്റം, ഈ പിള്ളേർ രണ്ടും വളരെ നല്ല രീതിയിൽ തന്നെയാണ് നേരിൽ ആനെ പരിപാലിച്ചത്. എന്തായാലും അതിൻ്റെ അനുഗ്രഹം ദൈവത്തിനുണ്ടാവട്ടെ, അല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം ഇവർക്കൊക്കെ ഉണ്ടാവട്ടെ. അപ്പോൾ എന്തായാലും പുതിയ സീസൺ തുടങ്ങാൻ പോവാണ്. എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം കേട്ടോ. സഹായിച്ച് ഒലിക്കില്ല എന്ന് പറഞ്ഞ് വിധി എഴുതി ഒലിച്ചു. പാദരോഗം മാറില്ല എന്ന് പറഞ്ഞു, അത് മാറി. പിന്നെ ശരീരം ഒന്ന് ക്ഷീണമായിട്ടുണ്ട്. അത് ഒലിവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്ഷീണമായിരിക്കുമല്ലോ. അത് ഒന്നും കൂടി ക്ഷീണിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് റീക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ? ഇതിനിറങ്ങിയാലേ അപ്പം എന്തായാലും എന്നോട് സഹകരിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരോട് ആനോടൊക്കെ സഹകരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുക. നമ്മൾ അടുത്ത ദിവസമായിട്ട് നന്തപ്പനെ ഇരുത്തൊരു കഴുകൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ മനുസ്വാമിയുടെ ആനയുടെ ഒരു വീഡിയോ പകുതി എടുത്ത് നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് എടുക്കാൻ എനിക്ക് സത്യം പറഞ്ഞാൽ വീട്ടിൽ പോകാൻ സമയമില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അല്ലാതെ കുറച്ച് വീഡിയോസുകളൊക്കെ വരും. അതെല്ലാവരും അത് തൽക്കാലം കാണുക. അടുത്ത ഈ കഴിഞ്ഞ് സമയം കിട്ടുന്ന പോലെ മറ്റുള്ള ആനകളുടെ വീഡിയോസ്